ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. സ്തോത്രം എന്ന യാഗം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പോകുക? 30, 60, 100 മേനി അനുഗ്രഹമായി നിങ്ങളിലേക്ക് പകരുവാൻ പോകുക, സൗഖ്യമായി പകരുവാൻ പോകുക, ദൈവകൃപയായി പകരുവാൻ പോകുക, സമൃദ്ധിയായി പകരുവാൻ പോകുക. ഒന്ന് മാത്രം മതി, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത്. എങ്ങനെയാ? ഇതൊരു ഹനനയാഗമാ, ഇതൊരു ഹോമയാഗമാ, ഇതൊരു മരണയാഗമാ. ചുമ്മാ സ്തോത്രം പോലല്ല, ഹൃദയം നിറയണം. മഹത്വപ്പെടുത്താൻ വേണ്ടി ഹൃദയത്തിന്റെ വിശ്വാസം പൂർത്തീകരിച്ചുകൊണ്ട് നിറഞ്ഞ് കഴിഞ്ഞ് തുളുമ്പി പുറത്തേക്ക് വന്നു. സ്തോത്രം എന്ന യാഗം പേരിന് വേണ്ടി സ്തോത്രം പറയുകയല്ല, കടമയല്ല, നമ്മൾ ദൈവത്തിന് യാഗം അർപ്പിക്കുകയാണ്. പഴയ കാലത്ത് എങ്ങനെയാ? ആടിനെ കൊണ്ട് കോലാട്ടുകുറ്റിയെ കൊണ്ടുവന്ന് അതിനെ ഉച്ച തൊട്ട് താഴെ 2 ഡിഗ്രി രക്തങ്ങൾ യാഗം അർപ്പിച്ച് അതിനെ കഷ്ണമായി ദഹിപ്പിച്ച് ഇവരെ കഷ്ടപ്പാടായിരുന്നു. അതിനെക്കാട്ടി കഷ്ടപ്പെട്ട് വേണം ഈ സ്തോത്രം എന്ന യാഗം പുറത്തേക്ക് വരാൻ. വിശ്വാസം കൊണ്ട് ഉറയ്ക്കണം, അവൻ ആത്മാവെ നിറയണം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കണം. അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതങ്ങൾ പിന്നാലെ ഇറങ്ങി വരാൻ പോകുക. എന്നെ മഹത്വപ്പെടുത്തി വായിച്ചേ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് അവൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തിയാൽ ദൈവമാണ് ആത്മീയ ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില് നമുക്ക് ആത്മീയ നടപ്പുണ്ട്, ആത്മീയ പാതയുണ്ട്. ഈ പാത സാക്ഷ്യത്തിന്റെ പാതയാ. ഈ സാക്ഷ്യത്തെ ക്രമപ്പെടുത്തിയാൽ ഈ രക്ഷയുടെ അനുഭവത്തെ കാണുവാൻ പോവുകയാണ്. ആത്മാവിന്റെ രക്ഷ അനുഭവിക്കാൻ പോകുക, രക്ഷയുടെ ഗുണങ്ങളിൽ പ്രതികരിക്കാൻ പോകുക, വ്യത്യാസങ്ങൾ വരാൻ പോകുക, അത്ഭുതങ്ങൾ സംഭവിക്കും. എന്റെ യേശു വീടിന്റെ മന്ത്രി, രാജാവ്, അവൻ ചുമ്മാതിരിക്കുന്നില്ല. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. നടക്കാത്ത കാര്യങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് മാറ്റം വരുത്താൻ പോകുക, വ്യത്യാസം വരുത്താൻ പോകുക. ഒരിക്കലും രോഗം പിടിച്ചാലും മരിച്ചു പോയാലും ശരി അവനെ എത്തിക്കാൻ പോകുക. ഇതിലൂടെ യേശുവിനെ സാക്ഷീകരിക്കാൻ വ്യത്യാസം ഉണ്ടാകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ സ്തോത്രം എന്ന യാഗം അങ്ങനെ ആയാൽ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്തോത്രം തയ്യാറാകുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുക, ജീവിതം മാറി പറയാൻ പോകുക, കാലങ്ങൾ മാറാൻ പോകുക, സാഹചര്യങ്ങൾ മാറാൻ പോകുക. നമുക്ക് വായിക്കാം. യെശയ്യാ 56:7. ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു എന്റെ പ്രാർത്ഥനയുടെ യാഗപീഠത്തിൽ ഞാൻ എന്റെ വിശുദ്ധാലയത്തിലേക്ക് കൊണ്ടുവന്ന്, ദൈവത്തിന്റെ ആലയമാണ്. 2 3 പേർ യേശുവിനെ കൂടി ഒരു ആലയമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ആര് പറഞ്ഞിരിക്കുക? ദൈവം പറഞ്ഞിരിക്കുക. നിങ്ങൾ വന്നതല്ല, നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാ. അവൻ അതുകൊണ്ട് വിശ്വസിച്ചു കൊടുക്കുക. നിങ്ങളെ കൊണ്ടുവന്ന് ചുമ്മാതെ വായിച്ച വാക്യം കൂടെ കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാ സ്ഥലത്തിൽ അവനെ സന്തോഷിപ്പിക്കുകയും ഞാൻ സ്വീകരിക്കുന്ന ഓർത്തേക്ക് നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ കൃപയാ, ദൈവഹിത പ്രകാരം ആത്മാവ് തന്റെ വിശ്വാസത്തെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാ. ഇവിടെ സ്തോത്രം ഉയരട്ടെ. ചുമ്മാതിരിക്കാനല്ല,
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ സഹോദരന്മാരെ, ദൈവജനങ്ങളെ, നിങ്ങൾ ആരാ? വിളിക്കുക, സുവിശേഷം വിളിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ സഹോദരങ്ങളാണ്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ദൈവത്തിന് നിങ്ങൾ മനസ്സലിവ് തോന്നുന്നു. അവൻ ക്ഷമിക്കുന്ന ദൈവമാ. നിങ്ങൾ ഞാൻ പാപികളാ, പ്രതികൂലമുള്ളവരാ, പ്രയാസമുള്ളവരാ, നഷ്ടമുള്ളവരാ, എല്ലാത്തിനും തകർച്ചയുള്ളവരാ, രോഗമുണ്ട്, കടമുണ്ട്, പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചിട്ട് അവന് നിങ്ങളോട് മനസ്സലിവ് തോന്നിയിരിക്കുകയാ. അവന് യേശുവിന് തടസ്സം ദൈവത്തിന് നിങ്ങളോട് സ്തോത്രമുള്ള യാഗം അർപ്പിച്ചത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? മനസ്സലിവ് തോന്നിയിരിക്കുകയോ? നിങ്ങൾ കഷ്ടങ്ങൾ മാറാൻ പോകുകയാണ്, പ്രശ്നങ്ങൾ മാറാൻ പോകുകയാണ്, പ്രയാസങ്ങൾ മാറാൻ പോകുകയാണ്. അത് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, വെറും ആരാധനയല്ല, ചിന്തിച്ച് മനസ്സിലാക്കി ബുദ്ധിയോടെ അവന് യോജിച്ചവണ്ണം യാഗമർപ്പിക്കാൻ ഹൃദയം നിറഞ്ഞു തുറന്നിട്ട് ആത്മാവിന്റെ ശക്തിയോടെ എല്ലാം ശരിയാക്കി തെറ്റുകൾ മാറ്റി കുറവുകൾ നേരത്തെ ദൈവത്തിന് കൊടുക്കാമെന്ന് കൊടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ട് ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തോന്നുന്നു. യേശു ആമേൻ. എല്ലാ ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധ യാഗമായി സമർപ്പിക്കുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. അവന്റെ മനസ്സിൽ കൊണ്ടുവരാൻ പോകുക. എല്ലാ കഷ്ടങ്ങളും മാറാൻ പോകുക. ഇനി ഒരു ദോഷവും ഭവിക്കുകയില്ല, ഒരു ബാധയും നിങ്ങളെ നടക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവന്റെ മനസ്സലിവ് തോന്നിയിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ശുഭകാലങ്ങൾ ചിന്തിച്ച് കണക്കൂട്ടി ദൈവം എന്തെല്ലാം കണക്കുകളുണ്ട്, എന്തെല്ലാം ഏറ്റുപറയാനുണ്ട്, എന്തെല്ലാം മനസ്സിലാക്കാനുണ്ട്, എന്തെല്ലാം കൊടുക്കാനുണ്ട്, എന്തെല്ലാം നീക്കുവാനുണ്ട്, എന്തെല്ലാം ചേർക്കുവാനുണ്ട്, എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി ആത്മാംശത്തിൽ ബുദ്ധിയോടെ നിൽക്കണം. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ കൊടുക്കുന്നതിന്റെ വേണ്ട, നിങ്ങളുടെ ശരീരത്തിൽ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ശ്രമിച്ചാൽ അത്ഭുതങ്ങൾ ചെയ്യപ്പെടും. സംഗീതം 16-ാം വാക്യം പറയുന്നു, ദീർഘായുസ്സോടെ നിങ്ങൾക്ക് തൃപ്തി വരുത്താൻ തുടങ്ങി. സ്തോത്രമെന്ന യാഗമർപ്പിച്ച് ബുദ്ധിയോട് ആരാധനയായി നിങ്ങളെ ചില സമർപ്പിച്ചാൽ ലോകം വിധിക്കുന്നതിന്റെ കാര്യം കഴിയാറായില്ല. അവന് സന്തോഷത്തോടെ വസിക്കാൻ പോകുക. അവൻ നിനക്ക് ദീർഘായുസ്സോടെ തൃപ്തി വരുത്തും. അവൻ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ഈ രക്ഷാനുഭവമാണല്ലോ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സൗഖ്യത്തിന്റെ, സമൃദ്ധിയുടെ അനുഭവം കാണിച്ചു തന്നിട്ട് നീ ചുമ്മാതെ കരഞ്ഞ് തുടങ്ങി ജീവിക്കാനല്ല, സമൃദ്ധിയോടെ ജീവിക്കാൻ പോകുക, ദീർഘായുസ്സോടെ ജീവിക്കാൻ പോകുക.